അവന്മാര് വേറെ സാറല്ലേ കളിക്കുന്നത് നമ്മളാരും കത്തിയില്ലേ കത്തിയില്ലേ മറ്റേ അവിടെ അവിടെ ഒരു കോൾ വിളിക്കേ ആരെ ആരാര് ഞാൻ എന്തിനാ പതുക്കെ സംസാരിക്കുന്നത് വീട്ടിലുണ്ടോ കാണുന്നില്ലല്ലോ കിട്ടി കിട്ടി തള്ളടാ തള്ളടാ അവനെ പ്ലക്ക് പോ കാണാൻ പോലെ കിട്ടിയില്ലല്ലോടാ ചത്തവന് തന്നെ ഒരു 100 വട്ടം വന്നു എടാ എന്റെ സമയം ഇനി മേലെ ഇമാതിരി പരിപാടി കാണിച്ചോണ്ടത് എനിക്ക് സമയത്തിന് കുറച്ച് എനിക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊരു പിള്ളേരെ കളിയാ എന്റെ സമയത്തിനൊക്കെ വാല്യൂ ഉണ്ട്. ഇമാതിരി എനിക്ക് കാണാൻ പോലും പറ്റില്ല. എന്തൊരു ഇവിടെ കളിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെടിച്ചോണ്ടിരിക്കണം. ഞാൻ എന്റെ സമയം കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്നത്. എന്തൊരു കളിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ ചാവലാണെങ്കിൽ ഞാനാണെങ്കിൽ ഞാൻ വെറുതെ വീട്ടിൽ വെറുതെ ഒരു പണിയില്ലാതിരിക്കാൻ അവന്റെ വിചാരം. നീ എന്റെ ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് കാറിൽ ഇവിടം വരെ ഓടിച്ചു വന്നു തന്നെ ഡ്രൈവറില്ലാണ്ട്. ഓ സത്യം എന്തിനു സംഭവിക്കണത്? കണ്ണാടി ഇവനല്ലേ കത്തിക്കടം കൂട്ടിയിടേ എനിക്ക് പറ്റത്തില്ല ഇതൊന്നും. ഒരു കുഴപ്പമില്ല. നമ്മ വാറില് വാറ്റണ്ട പെട്ടിട്ട് ഞാൻ എഡിറ്റിന്റെ വീഡിയോ കണ്ടന്റ് ഇറക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് അതോക്കിയോ. ആ കുഴപ്പമില്ല, നീ മാറിത്തോ, ഞാൻ കളിച്ചോളാം. അതല്ല പെട്ടിടാന്ന് വേണ്ടി ഞാൻ മക്കളെ നീ കളിക്കാണ്ട് ഇനി ആര് കളിക്കാൻ? സാവേജ മോനെ അല്ലേ? നീലകണ്ഠനെ മാറ്റിയാ പോലും നിന്നെ മാറ്റൂലല്ലോ സാവേജ അല്ലേ? അതാണ്. നീ വേണ്ട, നീ ടി വി എന്ന് ഇറങ്ങിപ്പോ. തമാശ തമാശ. അമ്പത്തിരി പറഞ്ഞ കേക്കട്ടെ കേക്കട്ടെ. അമ്പത്തിരി കേക്കട്ടെ, നീ കേക്ക്. ആ പറ. എടാ ഞാൻ വെടിവെച്ചപ്പോ ഇവന്മാര് മറ്റല്ല തളർന്നു വീഴുന്നു നോക്കിയപ്പോ വെടി. ഇവിടെ അഡ്മിൻ വേറെ ലാംഗ്വേജ് സംസാരിക്കണം. കോച്ച് 3 പിക്സ് വെറും 3 പിക്ക്. കോച്ച് 3 പിക്ക്. ഞാൻ ഇങ്ങനെ വെടിവെക്കുമ്പോഴേക്ക് ഉമ്മാര് എന്ന് പറഞ്ഞ് ചാവുക. എന്ത് ചെയ്യാ?
അപ്പൊ വേറെ ആരെങ്കിലും വെടിവെച്ചതിന്റെ വാറ്റ് ആറ്. ഊറ്റിയെടുത്താണല്ലേ വാറ്റി 3 പിക്ക് നിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടാ. അളി ഞാൻ വെടിയിക്കുമ്പോഴൊക്കെ അമ്മമാര് മറ്റേ ഇങ്ങനെ 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 മലന്ന് വീഴുന്നുണ്ടോ അങ്ങനെ പെട്ടെന്ന് പേടിച്ചു. അയ്യോ വാറ്റെണ്ണന്റെ ബുള്ളറ്റ് തട്ടിട്ട് കളഞ്ഞാ കൈകൊണ്ട് തട്ടി കളഞ്ഞാ എല്ലാരും കണ്ടല്ലേ പറയണ്ടായിരുന്നു അവനൊക്കെ ലൈവ് കണ്ടെന്ന്. സ്പെക്ക് ചെയ്തോട്ട് 6 പിള്ളേർ ഇത് കഴിവുള്ളവർ ഇത് കളിക്കുന്നത് സ്പെക്ക് ചെയ്തോണ്ടിരിക്കുക. ഇതൊക്കെയല്ലേ നമ്മുടെ കാര്യം. നമ്മുടെ അവസ്ഥ ഇതാ. നിങ്ങളെ ബാക്കി പിള്ളേരെ അവിടെ നിന്ന് എണീച്ചോതില്ലേ? ഇല്ലല്ല ഇത്ര വരൊക്കെ പറ്റുള്ളൂ. സിറ്റുവേഷൻ പറഞ്ഞോ ബ്രോ. ഞങ്ങള് മുതുക്ക് നിന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കൊണയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്നോട് ഒരു കാര്യം ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അവന്റെ അവസ്ഥ ഉണ്ടല്ലോ, തലയെ മുണ്ടിട്ട് വെക്കേണ്ട അവസ്ഥയല്ലേ ഇപ്പം കൊണയെന്ന് പറഞ്ഞ്. ബാക്കി പറ കേക്കട്ടെ. അകത്ത് വെയിന്റ് അടിച്ചതിന്റെ അത്ര ഇല്ലടാ, നിർത്ത് നീ. നിന്റെ ലീഡറിന്റെ ചന്തി വരെ ഇപ്പോഴാ തീട്ടം പറ്റിയിരിപ്പോണ്ട് ഇപ്പൊ അടി കൊണ്ടേ. കേട്ടോടാ നിന്റെ ലീഡറിന്റെ ചന്തി വരെ ഇപ്പോഴേ തീട്ടം പറ്റിയിട്ടുണ്ട്. എന്നിട്ട് വലിയ കൊണയൊന്നും വേണ്ടാട്ടാ. നീ ജയിച്ചിട്ടങ്ങ് തൊലിക്ക്. നീ ജയിച്ചിട്ടുള്ളൂ. നിന്നെ പോലെ ചെട്ടിവാരി മുഖത്ത് തെറ്റിക്കേണ്ട ആവശ്യത്തില്ലല്ലോ. ജെട്ടി കെട്ടി മുഖത്തിട്ടാണ് ഈ പറയുന്നത്. ഒരു കാര്യമില്ലാണ്ട് മുതുക്കി നിന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന് വെറുതെ ചൊറഞ്ഞ് കുറെ ഇറിറ്റേറ്റ് ചെയ്ത് കുറെയൊക്കെ മിണ്ടാണ്ടിരുന്നു. നിന്റെ പുറകെ വന്നിട്ട് മാക്കാച്ചിരിച്ചിട്ട സമയത്ത് ഇവര് കണ്ട് അങ്ങനെ ഫയറിംഗ് സിറ്റുവേഷൻ ആയി. നിങ്ങളുടെ സൈഡ് ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് പ്രീവാർ വിളിച്ച് ഞങ്ങൾ ഡൗൺ ആയി. ഹോസ്റ്റേജ് എടുത്തായിരുന്നു ഞങ്ങള്. ഹോസ്റ്റേജ് എടുത്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചുവിട്ട്. പിന്നെ സിറ്റുവേഷൻ കണ്ടിന്യൂ ആയി. പ്രീവാറായി. പ്രീവാറിൽ ഞങ്ങൾ ഡൗൺ ആയി. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് വിളിക്കപ്പോ എന്തോ ടൈം പറ. 10:45 അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ കണ്ണാ? വേറൊന്നുമില്ല. പിന്നെ ഇതില് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്ന ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അല്ല ഇതിലെ ഒരു കാര്യം കൊണ്ട് അല്ലല്ലോ ബ്രോ സിറ്റുവേഷൻ ഫുള്ള് കേക്ക് ബ്രോ. അല്ല ഒരു കാര്യം കൂടെ ഉണ്ട് ബ്രോ. നിങ്ങള് കേട്ടിട്ട് ഇതില് നിങ്ങളുടെ സൈഡ് മാത്രം പറഞ്ഞു. നമ്മുടെ സൈഡ് നമ്മുടെ സൈഡ് ബ്രോ ലൈക്ക് ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവൻ എന്താണ് പേഴ്സണൽ കാര്യം പറഞ്ഞാണ് ഇവന്റെ പെടലിക്കാൻ വന്ന് അടിച്ചത്. ഇല്ല ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ ടീപ്പായിട്ട് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ട്രിക്സ് വന്നിട്ട് ട്രിക്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ട്രിക്സ് പഴയ കാര്യം വെച്ചിട്ടാണ് രീതിയിൽ ഇനി തിങ്ക് ചെയ്യുക. അതിനി തിങ്ക് ചെയ്ത് ഇവിടെ വെച്ചാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും പല്ലടിച്ചിരിക്കും. ഞാൻ ഇഷ്ടമുള്ള ചെറിയും ഇഷ്ടമുള്ളവർ ചെറിയും. അപ്പൊ നീ അപ്പൊ നീ വിചാരിക്കരുത് പഴയ കാര്യം വെച്ചിട്ടാന്ന് വിചാരിക്കരുത്. പഴയ കാര്യം വെച്ചിട്ടാ നീ എപ്പോഴും വിചാരിക്കരുത്. പഴയ കാര്യം വെച്ചിട്ടാ നീ എപ്പോഴും വിചാരിക്കരുത്. കേട്ടോടാ മൂലത്തി വെടിയുണ്ട ട്രിക്സേ. ഞാൻ മാസ്ക് കഴിച്ചാൽ തന്നെ കാണുള്ളൂ. നിന്റെ പല്ലിൽ 8 ബുള്ളറ്റ് എടുക്കാൻ കാണില്ല. പല്ലിന് വരം കിട്ടിയത് മേടിച്ചോണ്ട് പോകാൻ നോക്കണം. മനസ്സിലായോ? എടാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ചൊറിയും. അതെനിക്ക് ഇഷ്ടമുള്ള. അപ്പൊ നീ ഡിഫെൻഡ് ചെയ്തത്. എടാ നിനക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കണോ? അപ്പൊ ട്രിക്സിനെ കാണാൻ മിണ്ടായിരിക്കണോടാ? കുമ്പളോടാ പിന്നെ സൈഡിൽ ബ്രോഡത്തെ കാര്യം പറയാം. സൈഡിൽ ബ്രോഡത്തെ പറയാം. അവിടെ അടിച്ചതില് വേറെ കുറെ ആൾക്കാരുണ്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല അവിടെ നിന്ന് അടിച്ചത്. അല്ല ഞാൻ പറയട്ടെ, കണ്ണെടുത്ത് അടിച്ചിട്ടില്ല. സിറ്റിസൺസും ബാക്കിയുള്ള ആൾക്കാരും കയറി അടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഗ്യാങ്ങിലുള്ളവരൊക്കെ കയറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറെ ഗ്യാങ്ങിലുള്ള അടിച്ചിട്ടില്ല ബ്രോ. എന്തെങ്കിലും പറഞ്ഞില്ല പറയണ്ട. ശരിയായിരിക്കും. നമ്മുടെ തെറ്റാ.
കേട്ടോ അടിച്ചുറക്കി വിടാം അപ്പൊ പെട്ടെന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാം 45 ഒരു മിനിറ്റ് കാര്യമില്ലാണ്ടാണ് നീ 45 situation നീ അത് മനസ്സിലാക്കി ഇനി ആക്കോടാ ഒരു കാര്യമില്ലാണ്ട് ഞാൻ നിന്നെ ഇവിടെ കിടന്ന് അമ്പി തൊലിക്കില്ലേ നീ 24 ഇതുവരെ ആരും മീറ്റിംഗ് ഏരിയ കൊന്നിട്ടില്ല വീട്ടിൽ കൊല്ലും പോടാ നമുക്ക് നോക്കല നീ ആ ഒരു മാസം അടിച്ചില്ല എന്നാ കൊന്നിട്ട് അങ്ങ് കൂടാ 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 എടാ അത്ര കുറവുണ്ടെങ്കിൽ ഞാൻ പോകില്ല. നീ ഇവിടുന്ന് വെളിയിറങ്ങാം. ഇവൻ മറന്നു ഈ ഗേറ്റിന്റെ വെളിയിൽ ബ്രോ ചത്തു കഴിഞ്ഞ കോമയിലാവും. ബ്രോ വിളിച്ചോണ്ട് ബ്രോ ഇവര് ഫ്രസ്ട്രേഷൻ ഭ്രാന്ത